ഹലോ, ഗുഡ് ഈവനിങ്. യെസ്, അപ്പോൾ എല്ലാ മുത്തുമണീസുകൾക്കും അല്ലേ നല്ലൊരു ഗുഡ് ഈവനിങ്. ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ടാറ്റ കാണിച്ചേടാ. അടിപൊളി 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 അല്ലാത്തവന്മാരാരെങ്കിലും ഉണ്ടാ? ഇല്ല. ഓക്കെ, അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കാര്യം വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മള് അടിപൊളിയായിട്ട് നമ്മുടെ ഒരു ചാപ്റ്റർ സൂപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ എക്സാമിന് ആ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചു വന്നവരൊക്കെ ഒന്ന് ടാറ്റ കാണിച്ചേ. താങ്ക് യു. ഓ എന്താ എൻ്റെ കമ്മലിന് ഫാൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കേടാ, താങ്ക് യു താങ്ക് യു. ഓക്കെ, ഓ കമ്മല് മാത്രമേ ഉള്ളൂ അല്ലേ? അല്ലേ സാറേ, ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് പ്രതീക്ഷിച്ചു അല്ലേ? സാരില്ല. ഓക്കെ, അപ്പൊ നമ്മള് പുതിയൊരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോണതല്ലേ. അതിന് മുന്നേ ടീച്ചർ ഒരു കാര്യം തുടക്കത്തിൽ പറയാൻ പോവാണ്. വേറെ ഒന്നുമല്ല, നമുക്കറിയാം അല്ലെ, പുതിയൊരു ചാപ്റ്ററിലേക്ക് പോവാണ്. ഒരു അടിപൊളി ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേരെന്താണെന്നും ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യെസ്, നോക്കാം നമുക്ക് അല്ലെ. എത്രാമത്തെ ചാപ്റ്റർ ആണ്? നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ അല്ലേ. ആയ്, എന്താണ് അല്ലെ ആ ചാപ്റ്റർ എന്താണെന്ന് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടാ? സ്കൂളിൽ ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ഒന്ന് ടാറ്റ കാണിച്ചേടാ. തുടങ്ങിയില്ല, നമ്മളാണോ ഫസ്റ്റ് സ്പീഡ്? എനിക്ക് വയ്യ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് 10ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാൻ പോവാണ്. ഏതാണ് ആ ചാപ്റ്റർ എന്ന് അറിയാലോ? യെസ്, നോക്കാം നമുക്ക്. യെസ്, നോക്കേ, ഏതാ ചാപ്റ്റർ? വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് ദ സ്പ്ലെൻഡേഴ്സ് ഓൺ ദ എർത്ത് അല്ലേ. വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. നല്ല ഭംഗിയുള്ള അല്ലേ. അപ്പൊ ആ ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോ തന്നെ ഒരു നമുക്ക് എന്താ തോന്നുക അല്ലേ? ഒരു സന്തോഷമൊക്കെ തോന്നുന്നു അല്ലേ. സ്റ്റാർസ് ഒക്കെ കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാ. നമ്മളൊരു സന്തോഷമൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പൊ അത്രയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ. അപ്പൊ ചാപ്റ്ററിന്റെ പേര് മറക്കരുത്. വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദ എർത്ത്. വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. ഒക്കെ ആണല്ലോ അല്ലേ? യെസ്, അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ അതിനെ കുറിച്ച് ആ ഒരു ചാപ്റ്ററിൽ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോണേന്ന് അത് നിങ്ങളാ പറഞ്ഞു തരണ്ടേ. കാരണം ഇതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാ. അപ്പൊ നിങ്ങൾ ടീച്ചറിന് പറഞ്ഞു തരണം. സെറ്റ് ആണല്ലോ അല്ലേ? അതാണ്. യെസ്, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വരാൻ പോവാണ്. യെസ്, എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയടാ. വൈ is the beautiful view of the sky at night not visible to us during daytime? ഇവിടെ ഒരു പിക്ചർ കണ്ടായിരുന്നോ അല്ലേ? ഒരു രാത്രി നമ്മൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോ അല്ലെ നമ്മൾ കാണുന്ന ഒരു വ്യൂ, അത് പകൽ ആകാശത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റാറുണ്ടാ? കാണാൻ പറ്റാറുണ്ടാ? ഇല്ല അല്ലെ. രാത്രിയിലാണോ പകലാണോ ആകാശം നോക്കാൻ ഇഷ്ടം? ഒരാളൊന്ന് പറഞ്ഞേ. ജോവാനക്കുട്ടി, ഗുഡ് ഈവനിങ് ടീച്ചർ. ഗുഡ് ഈവനിങ് ജോവാനക്കുട്ടി. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സൂപ്പർ, അടിപൊളിയായിട്ട് പോണല്ലേ. പഠനമൊക്കെ എങ്ങനെ പോണു? അത് അതിലും സൂപ്പർ അല്ലേ? എന്താണ് അതിനത്ര ഒരു ആട്ടം പോരല്ലോ. അത് ടീച്ചറെ ഞാനൊരു ഗുമ്മിന് പറഞ്ഞല്ലേ. ഓക്കേടാ. അപ്പൊ ഒന്ന് പറഞ്ഞേ, രാത്രി ആകാശം കാണാറുണ്ടാ? രാത്രി 7 മണി 7:30 ആവുമ്പോഴേക്കല്ലേ ഞാൻ ഓൺലൈൻ ക്ലാസ് കഴിയുമ്പോ തന്നെ ഉറങ്ങും ടീച്ചറെ. രാത്രി ഞാൻ ആകാശം ഒന്നും കാണാറില്ല. അങ്ങനെയാണോ? അല്ല അല്ല. ഓക്കെ അല്ലെ, അങ്ങനെ ഉണ്ടിട്ട് ഇതിൽ കുറെ കുറുമ്പന്മാര് കുറുമ്പത്തികളൊക്കെ ഓൺലൈൻ ക്ലാസ് കഴിയാൻ കാത്തിരിക്കും. അല്ല അമ്മയെ വേഗം ചോറും തിന്ന് ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ രാത്രി ആകാശം കാണുന്നതാണോ പകൽ സമയങ്ങളിൽ ആകാശം കാണുന്നതാണോ ജോവാനക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം? രാത്രി. രാത്രി. എന്താ അത്? നല്ല നിലാവെളിച്ചുണ്ടാവും. നല്ല നില. എന്താ പകലിലെ സൂര്യന്റെ വെട്ടത്തിനോട് വല്ല ദേഷ്യമുണ്ടാ? എനിക്ക് സൂര്യനല്ല ഇഷ്ടം അല്ലേ, എനിക്ക് ചന്ദ്രനെയാണ് ഇഷ്ടം. അതാണോ? സൂര്യൻ പിണങ്ങി, ജോവാനക്കുട്ടിനോട് സൂര്യൻ പിണങ്ങി അല്ലേ? പകലാണല്ലേ രസം, എല്ലാവരെയും കാണാം. അതാണോ? എനിക്ക് രാത്രിയാണ് ടീച്ചറെ ഇഷ്ടം. ഞാൻ അതുകൊണ്ട് ഉറങ്ങാതെ ഇങ്ങനെ രാത്രി ടെറസിന്റെ മുകളില് അല്ലെ ഇങ്ങനെ കിടക്കും.
ആകാശം നോക്കിയാണോ? ഇതിപ്പൊ ഞാൻ അമ്മനെ വിളിക്കും. എല്ലാതും അല്ല. ഓക്കേടാ. യെസ്. അടുത്തൊരാള് ആരാണ്? എസ്തക്കുട്ടി. എസാ, എന്താണ് എസ്കുട്ടിയെ വിളിക്കണതൊന്നും കേക്കണില്ലേ? Good evening, അവിടെ teacher. ഭയങ്കര ഡിസ്കഷനാ. ഗുഡ് ഈവനിങ് അല്ലേ? അമ്മയായിട്ട് അമ്മ ഞാൻ എന്ത് പറയണം? അതാണോ ഡിസ്കഷൻ? ചോദിക്കുമ്പോ ഞാൻ എന്താ പറയണ്ടേ അമ്മ? രാത്രി പറയണോ പകല് പറയണോ? അതാണോ അവിടെ പറഞ്ഞോണ്ടിരുന്നേ? അല്ലെങ്കിൽ രാത്രിയിലത്തെ കറി എന്താന്നാ ചോദിച്ചത്? അതാന്ന് തോന്നണല്ലേ? അല്ലെ, ഞാനിവിടെ ഉറങ്ങി ഫുഡ് കഴിക്കണ കാര്യം പറഞ്ഞപ്പോഴേ അയ്യോ അമ്മേ രാത്രി എന്താ അല്ലേ, ചോറിന് കറി എന്താന്ന് ചോദിച്ചല്ലേ? അതാണപ്പോ കണ്ടാ മിണ്ടണില്ല. ഓക്കെ, ചോദ്യം ക്ലിയർ ആയോ? ആ ക്ലിയർ ആയി. അപ്പൊ മോന് രാത്രിയുടെ വ്യൂ ആണോ ഡേ പകൽ സമയത്തുള്ള വ്യൂ ആണോ ഇഷ്ടം? സ്കൈയിലെ നൈറ്റ് ആണ് ഇഷ്ടം. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് രാത്രിയില് സ്കൈ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നു, പക്ഷെ നൈറ്റ് നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ കിട്ടണില്ല? എന്തുകൊണ്ടായിരിക്കും? കേട്ടില്ല. രാത്രി കാലങ്ങളിൽ മോനിപ്പോ പറഞ്ഞില്ലേ രാത്രി വ്യൂ കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ? അതെന്താ? അതിന്റെ കാരണം എന്താ? രാത്രി ഒരുപാട് നക്ഷത്രങ്ങളും പിന്നെ ഒരുപാട് സ്റ്റാർസ് ഉണ്ട് അല്ലെ? അപ്പൊ അതെന്താ പകല് കാണാൻ പറ്റാത്തെ? ഈ സ്റ്റാർസ് ഒക്കെ നേരം വെളുക്കുമ്പോ വീട്ടിൽ കയറി വാതിലടച്ചിരിക്കൂ? അത് സൂര്യന്റെ വെളിച്ചം കാരണം അതൊക്കെ വെളുത്ത നിറയാണ്. സ്കൈന്റെ നിറം വെളുപ്പായിരിക്കും, അതുകൊണ്ട്. എനിക്ക് വയ്യ. സ്കൈ വെളുത്തതാ? അല്ല, ഒരു നീല കളർ പോലെ. സ്കൈ നീല കളർ അല്ലേ? സൂര്യന്റെ വെട്ടോ സ്കൈന്റെ വെട്ടോ എല്ലാം കാരണം ആ പാവ നക്ഷത്രങ്ങളെ കാണാൻ പറ്റണില്ല അല്ലേ? ആണോ? ആ, എനിക്ക് വയ്യ. എന്നാ ശരിയാണ്, കുറച്ചൊക്കെ ശരിയാണ്, കുഴപ്പമില്ല. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അല്ലെ രാത്രി, അതായത് നോക്കിയേ, വൈ ഈസ് ദ ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ദ സ്കൈ അറ്റ് നൈറ്റ് നോട്ട് വിസിബിൾ ടു അസ് ഡ്യൂറിംഗ് ഡേ ടൈം? രാത്രിയുടെ അത്ര മനോഹാരിതയില് പകൽ സമയങ്ങളിൽ നമുക്ക് രാത്രിയിലെ അല്ലെ ആ നക്ഷത്രങ്ങളായാലും ആ ഭംഗി നമുക്ക് പകൽ സമയങ്ങളിൽ ആസ്വദിക്കാൻ പറ്റാറില്ല. അതിന്റെ റീസൺ എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോണത്. നോക്കിയേ, എന്താണ് അതിന്റെ റീസൺ എന്ന് നോക്കിയേ. യെസ്, ഇറ്റ് ഈസ് ബിക്കോസ് ദ സ്ട്രോങ് ലൈറ്റ് ഓഫ് ദ സൺ ഡ്യൂറിംഗ് ദ ഡേ ടൈം. നോക്കിയേ അല്ലെ, എന്ത് ചെയ്യാണ്? ഹൈഡ് ചെയ്യാണ് അല്ലെ? ഹൈഡ്സ് ദ ലൈറ്റ് ഓഫ് ദ സ്റ്റാർസ് ദാറ്റ് ദ ബ്യൂട്ടിഫുൾ സൈറ്റ് ഓഫ് ദ നൈറ്റ് സ്കൈ ആർ നോട്ട് വിസിബിൾ ഇൻ ദ ഡേ. അല്ലെ, കറക്റ്റാ പറഞ്ഞത്. സൂര്യന്റെ ശക്തമായിട്ടുള്ള പ്രകാശം നമുക്കറിയാം. സൂര്യൻ നല്ല കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് അല്ലെ? അപ്പൊ ഈ സൂര്യനിൽ നിന്ന് വരുന്ന അത്രയും പ്രകാശം എന്ത് ചെയ്യാണ് അല്ലെ വരുന്നത് കൊണ്ട് നമുക്ക് ആ സമയത്ത് അവിടെയുള്ള സ്റ്റാർസിന്റെ എന്ത് കാണാൻ സാധിക്കില്ല? ആ ലൈറ്റും കാര്യങ്ങളും ഒന്നും കാണാൻ സാധിക്കില്ല. രാത്രി നമ്മുടെ സൂര്യൻ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആകാശത്തെ നക്ഷത്രങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് അല്ലെ തിളങ്ങുന്നതായിട്ട് നമ്മൾ കാണാം. അപ്പൊ അതാണ് അതിന്റെ റീസൺ ആയിട്ട് മക്കള് പഠിക്കേണ്ടത്. അപ്പൊ നോക്കാം, എന്താണ് അതിന്റെ റീസൺ? ഇറ്റ് ഈസ് ബിക്കോസ് ദ സ്ട്രോങ് ലൈറ്റ് ഓഫ് ദ സൺ ഡ്യൂറിംഗ് ദ ഡേ ടൈം hides the light of the stars that the beautiful sights of night sky are not visible in the day. സൂര്യന്റെ ശക്തമായിട്ടുള്ള പ്രകാശം പകൽ സമയത്ത് താരങ്ങൾ അല്ലെ താരം എന്ന് പറഞ്ഞ നക്ഷത്രം പ്രകാശത്തെ മറയ്ക്കുന്നതിനാലാണ് രാത്രി കാണുന്ന മനോഹരമായ ആകാശ കാഴ്ചകൾ പകൽ ദൃശ്യമാകാത്തത്, അല്ലെങ്കിൽ പകൽ സമയത്ത് കാണാൻ സാധിക്കാത്തത്. അപ്പൊ ശരിക്കും അവിടെ ഒരു വില്ലനായിട്ട് നിൽക്കുന്നത് ആരാണ്? നമ്മുടെ സൂര്യനാണ് അല്ലെ? ഓ പാവം, സൂര്യൻ ഇല്ലെങ്കിൽ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത് അല്ലെ? സൂര്യൻ നമുക്ക് വേണം അല്ലെ? പക്ഷെ ആ മനോഹാരിത രാത്രി മാത്രം ആസ്വദിച്ചാൽ മതി എന്നാണ് സൂര്യൻ പറയണത് അല്ലെ? പകല് ഞാൻ വരും, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഭംഗിയൊന്നും കിട്ടൂല. രാത്രി എത്ര നേരം വേണമെങ്കിലും ഉറങ്ങാതെ നിങ്ങൾ എന്ത് ചെയ്തോ അല്ലെ സ്കൈ ഒക്കെ ഇങ്ങനെ വ്യൂ ചെയ്ത് ഇഷ്ടമുള്ളപ്പോ ഉറങ്ങിയാൽ മതി എന്നാ. സൂര്യന് ഒരു പ്രശ്നവും ഇല്ല അല്ലെ? പകൽ സമയത്ത് കാണാൻ പറ്റില്ല, അത്രേ ഉള്ളൂ കാര്യം അല്ലെ? അപ്പൊ നമ്മൾ അറിയണം ഇതിൽ വില്ലനായിട്ട് നിൽക്കുന്ന നമ്മുടെ സൂര്യൻ ആരാണെന്നല്ലേ? ആരാണ് നമ്മുടെ സൂര്യൻ? ഒരാള് പറഞ്ഞേ. ഏബൽ. ഗുഡ് ഈവനിങ് ഏബൽ. എന്തോ? സൂര്യൻ ഒരു സ്റ്റാർ ആണ്. യെസ്, അല്ലെങ്കിലും പിന്നെ സ്റ്റാർ അല്ലേ അല്ലേ? എന്താ പറയാ,
ഏറ്റവും വലിയ സ്റ്റാർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. നമ്മുടെ എന്താ പറയാ, ഏറ്റവും വലിയ സ്റ്റാർ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെയാണ്. സൂര്യനിലും വലിയ സ്റ്റാർ ഉണ്ട് കേട്ടോ അല്ലെ. നമ്മള് എല്ലാം കൊണ്ടും സൂര്യനൊരു എന്താ പറയാ, നമ്മൾ സിനിമാ നടന്മാരൊക്കെ പറയില്ലേ സ്റ്റാർ എന്നുള്ള രീതിയിൽ ടീച്ചർ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ സൂര്യനൊരു സ്റ്റാർ ആണ്. പിന്നെന്തെങ്കിലും സൂര്യനെ പറ്റി എത്ര അറിയുള്ളൂ. എനിക്ക് സൂര്യനൊരു അല്ലെ സ്റ്റാർ ആണ് എന്ന് മാത്രമേ അറിയുള്ളൂ അല്ലെ. വലിയ അഭിപ്രായമൊന്നുമില്ല, പുള്ളിനെ പറ്റി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല ആണോ അല്ലെ. അങ്ങനെയാണോ? ആള് കേക്കണ്ട. അടുത്ത ആളിനോട് ചോദിക്കാം. ആദിത്യക്കുട്ടി കണ്ണൊക്കെ തിരുമ്മി എന്താ പറയാ അല്ലെ, കരയാണോ? അല്ല. ഗുഡ് ഈവനിങ്. സൂര്യനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടാണോ വിഷമം വന്നേ? ആ സൂര്യന്റെ പര്യായപദം അല്ലെ. ആദിത്യൻ എന്ന് പറയണത് ആരെയാണെന്ന് അറിയാമോ? ആരെയാ? സൂര്യനെ. ആ എന്നിട്ട് സൂര്യന്റെ പര്യായ പദമൊക്കെ ഇട്ടിട്ട് അല്ലെ. എന്നാ സൂര്യനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞേ, എടപ്പൊക്കി പറങ്ങട്. സൂര്യൻ ചെടി വളരാൻ സഹായിക്കും. ചെടി വളരാൻ സഹായിക്കും. പിന്നെ ഓക്കെ. പിന്നെ സോളാർ എനർജി തരുന്നുണ്ട് അല്ലേ. പിന്നെ എനിക്ക് എത്ര അറിയുള്ളൂ. ആ 2 കാര്യം അറിയുള്ള സൂര്യനെ പറ്റി. സൂര്യൻ ഇത് കണ്ട, സൂര്യന്റെ പര്യായ പദമൊക്കെ ഇട്ട് അല്ലെ, ആദിത്യ എന്നൊക്കെ പേരൊക്കെ ഇട്ടിട്ട് സൂര്യനെ കുറിച്ച് അറിഞ്ഞുകൂടാന്നല്ലേ. എന്ത് കഷ്ടമാണ് നോക്കണേ. സൂര്യനൊരു സ്റ്റാറാ, അതറിയോ? ആ അതറിയാം. അത് ഞാൻ പറയാനാണ് അല്ലേ. ഒരാള് പറഞ്ഞ കാര്യം എനിക്ക് പറയാൻ ഇഷ്ടമല്ലെന്ന് ആണോ? നമുക്ക് വേറൊരാളോട് കൂടി ചോദിക്കാം. ആൾക്കും കൂടി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കട്ടെ. ആരാണ്? ദേവാൻജി. ഗുഡ് ഈവനിങ്. സുന്ദരിമണിയായിട്ടിരിപ്പുണ്ടല്ലോ. എനിക്ക് വയ്യ, സ്കൂളിൽ നിന്ന് വന്നിട്ട് മേക്കപ്പ് ചെയ്യാനിരിക്കണതാ അല്ലേ? അയ്യോ അല്ല, ഇതെന്നെ അല്ലേ മറ്റേ ഇതില് പറയണ പോലെ അല്ലേ, ഇതെന്റെ ഒറിജിനലാ അല്ലേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അത് ആണോ? പൊന്നും കൊടുത്തിന് എന്തിനാ ടീച്ചറെ പൊട്ട് അല്ലേ, അങ്ങോട്ട് പറയങ്ങട്. ഓക്കെ അല്ലെ, ഇങ്ങനെ പൊക്കല്ലേ ടീച്ചറെ. പറഞ്ഞോടാ. സണ്ണിനെ കുറിച്ച് അറിയാവുന്നതൊക്കെ ഒന്ന് പറഞ്ഞേ. സൂര്യൻ 8 പ്ലാനറ്റ്സിന്റെ നടുക്കുള്ളതാണ്. പിന്നെ സ്റ്റാർ ആണ്. സൂര്യൻ രാവിലെ അവൻ സഹായിക്കുകയാണ്. രാവിലെ പകലൊക്കെ അല്ലെ, രാത്രിയൊക്കെ ഉണ്ടാക്കണ സൂര്യനാണ് അല്ലെ. ആണോ? അല്ല കേട്ടാ, സൂര്യൻ അവിടെ കോൺസ്റ്റന്റാ. നമ്മുടെ ഭൂമി കറങ്ങണത് കൊണ്ടാണ് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നത്. ഓക്കേടാ, അടിപൊളി. അപ്പൊ നമുക്ക് നോക്കാം കേട്ടാ, നമ്മുടെ ഈ സൂര്യൻ ആരാണ് അല്ലെ. ആള് വിചാരിച്ച പോലെയാണോ അല്ലെ? ഭംഗി നോക്കിയല്ലേ സൂര്യനെ കാണാനേ. ഹോ എനിക്ക് വയ്യ. നമുക്ക് നോക്കാം. യെസ് ദ സൺ ഈസ് എ സ്റ്റാർ അല്ലെ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ദ സൺ ഈസ് ഓൾസോ ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാ നമുക്ക് പറയാൻ പറ്റും അതേതാ, നമ്മുടെ ഈ പറഞ്ഞ സൂര്യനാണ് കേട്ടോ. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുക, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചൂടെടുക്കണേ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചൂടൊന്നും വരില്ല അല്ലെ. അപ്പൊ ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം സൂര്യനാണ് എന്നുള്ളത്. There are many other stars which are bigger than the sun. നമ്മൾ വിചാരിക്കും ഏറ്റവും വലിയ നക്ഷത്രം സൂര്യനാണെന്ന്. അല്ല, പിന്നെന്താ, സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുണ്ട്. പക്ഷെ ഭൂമിയോടടുത്ത് കിടക്കുന്ന നക്ഷത്രം സൂര്യനാണ്. ഭൂമിയിലേക്ക് പ്രകാശം നൽകുന്ന നക്ഷത്രം സൂര്യനാണ് അല്ലെ. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫില് ഡേ ടു ഡേ ലൈഫില് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ പ്രകാശത്തെ ആശ്രയിക്കുന്നുണ്ട് അല്ലെ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെടികൾ വളരാൻ മാത്രല്ല നമുക്ക് ജീവിക്കാനും അല്ലെ. നമ്മൾക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ ഈ സൂര്യപ്രകാശം നമ്മൾക്ക് വന്ന് പതിക്കുന്നത് കൊണ്ട് ഒരുപാട് രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മള് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. കേട്ടിട്ടുണ്ട് ആരെങ്കിലും? കേട്ടിട്ടുണ്ട് അല്ലെ. ABCD എന്നൊക്കെ പറയണ പോലെ
ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്ക് തരണത് ആരാ? ഈ പറഞ്ഞ ആളാ. ആര്? നമ്മുടെ ഈ സൂര്യനെ, സണ്ണാ തരണത്. അതെങ്ങനെയാ? സൺ ഇങ്ങനെ വായിലോട്ട് ഇട്ട് തരുവോ? ഓരോ ഗുളിക വെച്ചിട്ട് എന്നാ ഒരെണ്ണം പിടിച്ചോ, അങ്ങനെയാണോ? അല്ല, അത് സൂര്യപ്രകാശത്തിൽ നിന്നാ കിട്ടാം. മക്കള്, അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. നിങ്ങളുടെ അമ്മമാര് ഗർഭിണിയായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ചു കഴിയുന്ന സമയത്തൊക്കെ ഈ അമ്മമാർ എന്ത് ചെയ്യുന്നറിയാമോ? രാവിലെയും ഈവനിങ് വൈകുന്നേരമൊക്കെ എന്ത് ചെയ്യും? ഈ സൂര്യന്റെ വെട്ടം കിട്ടാൻ വേണ്ടി സൂര്യപ്രകാശത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തും. ചോദിച്ചു നോക്കണം കേട്ടാ. അപ്പൊ എന്താ? ഡയറക്റ്റ് ആയിട്ട് ആ സൂര്യപ്രകാശം, അതായത് വെയിലാറിയതിന് ശേഷം രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന ആ സമയത്ത് നല്ലൊരു സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് പതിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി ഉണ്ടാകും. അത് വളരെയേറെ എന്താ പറയാ, നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നൊരു വിറ്റമിൻ കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സൂര്യൻ ഉള്ളത് കൊണ്ടാ. അപ്പൊ സൂര്യൻ ഇല്ലാത്തൊരു ലൈഫ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ സൂര്യൻ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ കൂടിയാണ് നമ്മുടെ ലൈഫിൽ. അപ്പൊ സൺ എന്താണെന്ന് വേഗം നോക്കി. The sun is a star. The sun is also the closest star to the earth. അല്ലെ? There are many other stars which are bigger than the sun. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ്. എന്നാൽ സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റ് അനേകം നക്ഷത്രങ്ങൾ ഇവിടെ ഉണ്ട്, അല്ലെ? എവിടെ? നമ്മുടെ ഇവിടെ ഉണ്ട്, ഗാലക്സിയിലുണ്ട്. അത് നമ്മൾ പഠിക്കും. അപ്പൊ ഇതൊന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. യെസ്, സെറ്റിമ സായാണാ? ആണ്, രക്ഷപ്പെട്ട്. അന്ന് ഒരാളൊന്ന് സെറ്റിമ പറഞ്ഞേ. ഒരാളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാൻ പോണം. ആൾ അടിപൊളിയായിട്ട് പറയണേ. ആരാണ്? ഏഗ്നൽ. യെസ്, ഏഗ്നൽ സെറ്റിമ സായല്ലെന്ന് തോന്നണം. ആണോ? അല്ലെ ടീച്ചർ എന്തൊക്കെയാണ് ഈ പറയണേ? ഇത് പഠിച്ചോ? പകുതിയോ? ഇതിലെന്താ പഠിക്കാനുള്ളേ? അതാ ഞാൻ ചോദിച്ചേ. സൺ ഈസ് എ സ്റ്റാർ. പിന്നെന്താ പറഞ്ഞത്? ഇത് ആരോട് ക്ലോസ് ആണെന്ന് പറഞ്ഞു? എർത്തിനോട്. സണ്ണാണോ ഏറ്റവും വലിയ സ്റ്റാർ? അല്ല, സണ്ണല്ലാതെ അനേകം മറ്റ് സ്റ്റാറുകൾ വലുതായിട്ടുണ്ട് സണ്ണിനേക്കാളും. ഇതെന്തെന്നാ പഠിക്കാനുള്ളേ? എനിക്ക് തന്നെ വിഷമം വരണു. അവിടെ ഓരോരുത്തർ പഠിച്ച് സെറ്റായിട്ട് ടാറ്റയൊക്കെ കാണിക്കുക. ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒരു പോയിന്റ് പറഞ്ഞു നോക്കിയേ. ഒന്നല്ല, 2 പോയിന്റ് പറയും. ഇങ്ങനെ തന്നെ വേണമെന്നില്ലടാ. മോന് മനസ്സിലായത് പറഞ്ഞോ? പഠിച്ചത് പറഞ്ഞോ? ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്. അത്ര മതി. ഓക്കെ പറഞ്ഞല്ലോ, അടിപൊളി, സെറ്റ്. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാൻ പോവാണ്. എന്താണെന്ന് നമുക്ക് നോക്കാലോ. യെസ്, നോക്കിയടാ. Don't the stars look so small from the earth? Why? പറഞ്ഞു. ആര് പറയും? അല്ലെ? എന്താണ്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോ നക്ഷത്രങ്ങൾ എങ്ങനെയാ കാണണേ? ആനയുടെ അത്രയും വലിപ്പമുണ്ടാ? ഇല്ല, അല്ലെ? കുഞ്ഞു കുഞ്ഞു പൊടികളായിട്ട് വരെ നമ്മൾ കാണാറുണ്ട്, അല്ലെ? എന്തുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോ കാണണേന്ന് ആര് പറയും? ജനീറ്റ കുട്ടി പറയും. ജനീറ്റ, അൺമ്യൂട്ടില് ആവണേ. സൗപർണിക കുട്ടി, ഗുഡ് ഈവനിങ്. എന്താണ് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഭൂമിയിൽ എർത്ത് നിന്ന് നോക്കുമ്പോ സ്റ്റാർസ് എങ്ങനെയാ കാണപ്പെടുന്നത്? വളരെ സ്മോൾ ആയിട്ടാ, അല്ലെ? കുഞ്ഞായിട്ടാ കാണണേ. എന്താ അത്? അത് സ്റ്റാർസ് നമ്മുടെ എന്തോ ഒരുപാട് ദൂരെ. കറക്റ്റ് അല്ലേ? എത്ര ദൂരെയാണ്? എന്തോ മിസ്, ഞാൻ നാളെ ടൂർ പോവാ. ആണോ? എവിടെയാ? അത് സുവോളജി. ഇത് സ്റ്റഡി ടൂർ ആണ്. നാളെ തന്നെ പോയിട്ട് നാളെ തന്നെ വരും, അല്ലേ? എവിടെയാ? സ്ഥലം എവിടെയാ? അത് തൃശ്ശൂരുള്ള സുവോളജിക്കൽ പാർക്കിക്കും പിന്നെ ഒരു ഡാമിലേക്കും. അപ്പൊ നാളെ പൊളിക്ക്. ഓക്കെടാ. ഓക്കെ, അപ്പൊ നമ്മള്
അല്ലേ? ആൻസർ വളരെ ശരിയാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങളെ കുഞ്ഞു കുഞ്ഞായിട്ട് കാണുന്നതെന്നാ ചോദിച്ചല്ലേ? അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റാർസ് നോക്കേ, സ്റ്റാർസ് അപ്പിയർ സ്മോൾ ബിക്കോസ് ദേ ആർ ഫാർ അവേ ഫ്രം ദ എർത്ത്. കണ്ടോ, ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നതാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ അല്ലെ? ഭൂമിയിൽ നിന്നും അല്ലെ, ഭൂമിയിൽ നിന്നും ഒരുപാട് 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 ദൂരെയാണ് ഈ നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അല്ലെ? സ്റ്റാർസ് ആർ ഗെയിൻ നോക്കേ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ആർ ലൂമിനിസെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. അതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ദേ എമിറ്റ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഇങ്ങനെയാ ഒരുപാട് അല്ലെ, വലിയ അളവിൽ ഒരുപാട് താപവും പ്രകാശവും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വിടുന്നുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ സൂര്യൻ അല്ലെ? സൂര്യൻ ഒരു സ്റ്റാർ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എല്ലാ സ്റ്റാർസും അങ്ങനെ തന്നെയാണ് അല്ലെ? അവ ഒരുപാട് നല്ല രീതിയിൽ ഹീറ്റ്സ്, താപവും അതുപോലെ തന്നെ എന്തും നമ്മള് അല്ലെ പ്രധാനമായിട്ടും ലൈറ്റ്സ്, പ്രകാശം ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ സ്റ്റാർ എന്ന് പറയുന്നത് അല്ലെ? ഗാലക്സീസ് ആർ ക്ലസ്റ്റേർഡ് ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർ. കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണ് നമ്മുടെ ഗാലക്സിയിലുള്ളത് അല്ലെ? ആകാശഗംഗ ഗാലക്സി എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെ, അവിടെ നമുക്ക് ഒരുപാട് കോടി കോടി കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ നമുക്ക് കാണാം എന്നാണ് പറയപ്പെടുന്നത് അല്ലെ? അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് സ്റ്റാർസ് ഇങ്ങനെ അല്ലെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ചുത്തരം പറയണം. എന്തുകൊണ്ടാണ്? ഭൂമിയിൽ നിന്നും ഒരുപാട് ദൂരെയാണ് അല്ലെ? സ്റ്റാർസ് അപ്പിയർ സ്മോൾ ബിക്കോസ് ദേ ആർ ഫാർ അവേ ഫ്രം ദ എർത്ത്. കണ്ടോ, ഭൂമിയിൽ നിന്നും ഒരുപാട് അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാർസ് ആർ ഗെയിൻ സെലിസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ആർ ലൂമിനിസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം കത്തുന്നു, സ്വയം അല്ലെ ചൂടായാലും അതേപോലെ തന്നെ പ്രകാശമായാലും സ്വയം എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വിടുന്ന ഒന്നാണ് ഈ സ്റ്റാർസ് അല്ലെങ്കിൽ നക്ഷത്രം എന്ന് പറയുന്നത് അല്ലെ? ഒന്നോ രണ്ടോ നക്ഷത്രങ്ങളാണോ ഗാലക്സിയിലുള്ളത്? അല്ല, എടുത്തു പറയണ്ടല്ലേ, ബില്യൺസ് ഓഫ് സ്റ്റാർസ്, കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണ് ഗാലക്സിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഒന്ന് വേഗം ഒന്ന് വായിച്ചു കേടാ. വായിച്ചോ? വായിച്ചവരൊന്ന് ടാറ്റ കാണിച്ചേ. യെസ്, അടിപൊളി. ഇനി ഞാൻ ഒരു കാര്യം പറയാൻ പോവാണ്. ഇനി നമ്മൾ പറയാൻ പോണ എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യണേന്ന് അല്ലേ? ഒരു പാട്ടില്ലേ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർസ് അല്ലേ? ആര് പാടിത്തരൂ എനിക്ക് ആ പാട്ട്? ഒരാള് മുന്നോട്ട് വന്നേ, ഞാൻ പാടാം, ഞാൻ റെഡി. യെസ്, ശ്രേയക്കുട്ടി. ശ്രേയക്കുട്ടി എന്താ നക്കിക്കൊണ്ടിരിക്കുക? അച്ചാറാണ് തോന്നണല്ലേ ശ്രേയക്കുട്ടിയെ? അച്ചാറാ? തൊട്ട് നക്കണ അല്ല, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഞാനൊന്ന് നക്കിയതാ ടീച്ചർ അല്ലേ? ഓക്കെടാ, റെഡി? പിന്നല്ല, പൊളിക്ക്. പിന്നെ പാട്. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky. When the blazing sun is gone, when he nothing shines upon, then you show our little light. Twinkle, twinkle all the night. വാവ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. നമ്മൾ ഇനി പറയാൻ പോണ അതിനെ കുറിച്ചാ അല്ലേ? നമ്മൾ ഈ സ്റ്റാർസ് എന്ത് ഇങ്ങനെയല്ലേ? നമുക്കറിയാം സ്റ്റാർസ് എപ്പോഴും എങ്ങനെയാ കണ്ടോണ്ടിരിക്കുക? എങ്ങനെയാ സ്റ്റാർസ് സ്കൈയിലേക്ക് നോക്കുമ്പോ, നൈറ്റ് വ്യൂല് നമ്മൾ ഇങ്ങനെ സ്കൈയിൽ നോക്കുമ്പോ ഈ സ്റ്റാർസ് എങ്ങനെയാ കാണുക? ടിങ്കിൾ ചെയ്ത് അല്ലേ? നമ്മളൊക്കെ നോക്കി ഇങ്ങനെ കണ്ണിറുക്കണ പോലെ ഫീൽ ചെയ്യും നമുക്ക് അല്ലേ? ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, എന്നെ നോക്കിക്കോ എന്ന് പറയണ പോലെ അല്ലേ? അതാണല്ലേ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് നമ്മള്. പിന്നെ നമ്മൾ പറയാൻ പോണത് എന്തുകൊണ്ടാണ് സ്റ്റാർസ് ഇങ്ങനെ അല്ലേ? ഹായ്, എന്താ കാണണല്ലേ? പക്ഷെ എനിക്ക് വയ്യ. ടീച്ചറെ ക്രിസ്മസ് കഴിഞ്ഞു എന്നല്ലേ? ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞല്ലോ. ടീച്ചർ ഇപ്പോഴും നക്ഷത്രത്തിന്റെ ഉള്ളിൽ തന്നെയാണോ? ആണോടാ? ഓ, അവനങ്ങോട്ട് പിടിക്കണില്ല. ഓ, അവന്റെ മുഖം ഇരിക്കണോക്കി, ഒരു കുത്തിരിഞ്ഞ.
ഓക്കേടാ. അപ്പൊ നമ്മള് അല്ലെ വൈ ഡു സ്റ്റാർസ് ട്വിങ്കിൾസ്, നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട്? ആര് പറഞ്ഞു തരും ടീച്ചർക്ക്? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ എന്തോരം പേരാണ് നോക്കി. പവിത്രക്കുട്ടി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. എന്താണ് പവിത്രക്കുട്ടി വിശേഷം? സുഖായിട്ട് പോണല്ലേ? പിന്നല്ല ടീച്ചർ എന്താണ് ചോദിക്കണല്ലേ? ഞാൻ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പോവാണ്. പറഞ്ഞോന്നാ എന്താ വൈ ഡു സ്റ്റാർസ് ട്വിങ്കിൾ? ലൈറ്റ് ഹലോ ഹലോ ഹലോ. എന്താവോ പരിപാടി? ടെക്സ്റ്റിലല്ലേ, നമ്മുടെ മെറ്റീരിയൽ നോക്കിയിട്ട് ആൻസർ പറയാനല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, മെറ്റീരിയൽ അല്ല ഞാൻ നോക്കണേ, ടെക്സ്റ്റ് നോക്കി പറയാണല്ലേ. അത് കൊള്ളാലോ. അത് ഇതിലാണ് ഞാൻ ഇതിനു മുന്നേ ഞാനൊന്നും പഠിച്ചിട്ടില്ല ടീച്ചറെ. ടീച്ചർക്ക് എന്താണല്ലേ, ടീച്ചർക്ക് അറിഞ്ഞൂടെ? ഞാൻ ഇപ്പഴാ പഠിക്കണേ, അപ്പൊ ഞാനും നോക്കി പറയും അല്ലേ? അല്ലേ? അറിയാതെ ഞാൻ ടെക്സ്റ്റ് നോക്കി പറയും. അറിയാടാ, അറിയാവുന്ന ആരെങ്കിലും എന്താ പറഞ്ഞു? വിളിക്കാടാ, വിളിക്കാടാ. ഐഷക്കുട്ടി അങ്ങോട്ട് പറഞ്ഞേ, കേക്കട്ടെ. ഗുഡ് ഈവനിങ് ടീച്ചർ. ഗുഡ് ഈവനിങ്. സ്റ്റാർസ് ഭയങ്കര വലുതാണ്, പക്ഷെ അത് നമ്മളെ ഇതിലേക്ക് കാണുന്ന എർത്തിലേക്ക് വരുമ്പോൾ കുറേ ടെസ്റ്റും ഇതൊക്കെ ആയിട്ട് അത് നമ്മളെ കണ്ണ് കാണുമ്പോൾ ട്വിങ്കിൾ പോലെ തോന്നും. നമ്മുടെ തോന്നല, ശരിക്കും നക്ഷത്രം ഒന്നും മിന്നണില്ല അല്ലേടാ? ശരിക്കും അത് വലുതാണ്. ശരിക്കും അത് വലുതാണ്. അപ്പൊ ഈ സൂര്യൻ മിന്നുണ്ടോ? ഏയ്, സൂര്യൻ പ്രകാശം മാത്രം തരുള്ളൂ അല്ലേ? ഓക്കേടാ, ഓക്കെ, നമുക്ക് നോക്കാം ഏട്ടാ. എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി 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 അല്ലെ? മിന്നി മിന്നി പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങള്? ആ പാട്ട് ആർക്കെങ്കിലും അറിയാടാ? അറിയില്ല. ഇത് പുതിയ പാട്ടാണല്ലോ അല്ലെ, പഴയതല്ലല്ലോ. ഞങ്ങൾക്ക് പുതിയ പാട്ടുകൾ അറിയില്ല, ഞങ്ങൾക്ക് പഴയ പാട്ടുകളെ അറിയൂ. ഓക്കെ. ഏത് പാട്ടാ പാടുന്നത്? ഒന്ന് തല ആട്ടി. പുണ്യക്കുട്ടിയും തീർത്ഥക്കുട്ടിയും പാടണുണ്ട് കേട്ടോ. കേട്ടോ, ഇങ്ങനെയൊക്കെയായി. ഇത്രയും നേരം പാടിയത് ഏത് പാട്ടാ? അതാണല്ലേ. ഓക്കെ, ഞാൻ കരുതി മിന്നി മിന്നി ആ പാട്ടാണെന്ന്. പക്ഷെ എന്നെ കൊണ്ട് പാടിപ്പിക്കും നിങ്ങള്. ഓക്കേടാ, അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന് ട്ടാ. യെസ്, നോക്കിയേ. ലൈറ്റ്സ് എമിറ്റഡ് ഫ്രം ദ സ്റ്റാർസ് ഇൻ ദ സ്ട്രേറ്റ് ലൈൻ ഈസ് എന്താണ്? കോൺസ്റ്റന്റ്ലി ഡിഫ്ലെക്റ്റഡ് as it passes through the atmosphere. Therefore, the star seems to tingle when we look at the form the earth. എന്താ സംഭവിക്കുന്നത് അല്ലേ? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം. നക്ഷത്രം എങ്ങനെയാ? ഇങ്ങനെ മിന്നുക അല്ലേ? ടീച്ചർ പറയണം നോക്കി. നക്ഷത്രം ഇങ്ങനെ മിന്നുക. നക്ഷത്രത്തിന് എങ്ങനെയാ പ്രകാശം വരിക? നേരെ അങ്ങോട്ട് വരിക അല്ലേ? സൂര്യനിൽ നിന്ന് എങ്ങനെയാ? ഡയറക്റ്റ് ആയിട്ടല്ലേ വരിക? അതേപോലെ നക്ഷത്രങ്ങളിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എന്ത് വരികയാണ്? പ്രകാശം വരികയാണ്. നക്ഷത്രം മിന്നുന്നുണ്ട് കേട്ടാ. അത് എങ്ങനെയാ? ഡയറക്റ്റ് ആയിട്ട് പ്രകാശം വരികയാണ്. അപ്പൊ ഇതെന്താ ചെയ്യണേ? അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ അല്ലെ, നമ്മുടെ ഈ പറഞ്ഞ അല്ലെ അറ്റ്മോസ്ഫിയറിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് ഇത് കടക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? ഒരുപാട് ഡയറക്ഷനിൽ ഭയങ്കരമായിട്ട് വേരിയേഷൻസ് ഉണ്ടാവും. ഡയറക്റ്റ് അല്ലെ, പല പല ഡയറക്ഷൻസ് ഉണ്ട് അല്ലെ? അപ്പോ ഈ പ്രകാശം കടന്നു വരുമ്പോ പല രീതിയിൽ അത് എന്ത് ചെയ്ത് പോകുന്നു? ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണിത്? ഈ വ്യതിയാനം അല്ലെങ്കിൽ ഈ ദിശാവ്യതിയാനം നടക്കുമ്പോ ഭൂമിയിൽ നിന്ന് നമ്മളിത് നോക്കുമ്പോ എന്താ? ഈ പ്രകാശം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ പോലെ തോന്നണേ അല്ലെ? അപ്പൊ നമ്മുടെ തോന്നൽ എന്താ? അതിങ്ങനെ മിന്നണതായിട്ടാ. പ്രകാശം ശരിക്കും എങ്ങനെയാ? നമ്മുടെ നക്ഷത്രത്തിൽ നിന്നും പ്രകാശം ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വന്ന് അന്തരീക്ഷത്തിലേക്ക് പതിക്കുമ്പോ ഇതിങ്ങനെ ചിന്നി ചിതറി നമ്മൾ ഓരോ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ അത് മാറിപ്പോകുമ്പോ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണല്ലേ ഇങ്ങോട്ടേക്ക്. നമ്മൾ സ്റ്റാർസിന് ഇങ്ങനെ നോക്കുമ്പോ സ്റ്റാർസ് ഇങ്ങനെ മിന്നണതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ശരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ നോക്കി, ലൈറ്റ്സ് എമിറ്റഡ് ഫ്രം ദ സ്റ്റാർസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. സ്ട്രേറ്റ് ലൈൻ ആയിട്ടാ വരുന്നത്. ഈസ് കോൺസ്റ്റന്റ്ലി ഡിഫ്ലെക്റ്റഡ്
as it passes through the atmosphere. അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കുന്നു. Therefore the star seems to twinkle when we look at the എന്താണ് from the earth. എർത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ സ്റ്റാർസ് ഇങ്ങനെ മിന്നുന്നതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതാണ് അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഓക്കെ, വായിച്ചോ? യെസ്, സെറ്റ്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് നെക്സ്റ്റ് ഇനി എന്താ നമ്മൾ പറയാൻ പോണെന്നറിയാമോ? യെസ്, നോക്കാം. നോക്കിയടാ. ഹാ ഹാ ഹാ, എന്താ അത്? എന്തിവിടെ നടക്കണേ അല്ലേ? അപ്പാർട്ട് ഫ്രം ദ സൺ വിച്ച് ആർ ദ അതർ എന്താണ് സെലിസ്റ്റിയൽ ബോഡീസ് ദർ ഇൻ ദ സ്കൈ. നമ്മുടെ സൂര്യനെ കൂടാതെ, സൂര്യന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഈ സൂര്യനെ കൂടാതെ മറ്റേതെല്ലാം ആകാശഗോളങ്ങളാണ് കാണപ്പെടുന്നത്? ഓരോരുത്തരും ഇങ്ങനെ കൈയൊക്കെ കാണിച്ചു തുടങ്ങിയല്ലേ? സാറ് പറഞ്ഞ പോലെ ഇവരിത് സെറ്റ് പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ? ഈ ചാപ്റ്റർ നിങ്ങൾ അറിയാം, നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഒരാളെ വിളിച്ചോ. ഫർഹാനെ, ഗുഡ് ഈവനിങ്. എന്റെ പൊന്നെ, ബാക്കിലൊക്കെ എന്താണത് അല്ലേ? ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോ ഇങ്ങനെ ഒരു ഇതിൽ ഇരിക്കുകയാണ്. എനിക്ക് വയ്യ. ഓക്കെ, റെഡി? റെഡി. എന്നങ്ങോട്ട് പറഞ്ഞോ. ഓരോന്നോരോന്നോരോന്നോരോന്നോരോന്നോരോന്ന്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇപ്പൊ മോൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? പ്ലാനറ്റ്സ്. ഇവിടെ ടീച്ചർ പ്ലാനറ്റ്സ് ആണോ ചോദിച്ചിരിക്കണേ? പ്ലാനറ്റ്സ് ഉണ്ട് ഇതില്. എന്തൊക്കെയാ ചോദിച്ചേക്കണേ? ഈ പ്ലാനറ്റ്സ് കൂടാതെ, ഗ്രഹങ്ങളെ കൂടാതെ വേറെയും കുറെ കാര്യങ്ങൾ ഉണ്ടെന്നേ. അതെന്തൊക്കെയാന്നറിയാമോ? ആസ്ട്രോയിഡ്, പോരട്ടെ? മീറ്റിയോർസ്. ഓക്കെ ഓക്കെ, മിടുക്കനാണ്. സൂപ്പർ സൂപ്പർ. ടീച്ചറെ, നമ്മളെ സ്കൂളിൽ ഈ പാഠം പഠിപ്പിച്ച്. വെറുതെ അല്ല, മിടുക്കനായിട്ട് ഇങ്ങനെ വേഗം വേഗം ആൻസർ പറയണേ. കൊച്ചു ഗള്ളൻ. ഓക്കേടാ, അടിപൊളിയടാ, സൂപ്പർ, മിടുക്കനാണ്ടാ. ഓക്കെ, അതെ, ഒരാള് പാട്ട് പാടി ഡാൻസ് ഒക്കെ കളിച്ച്. ആളെ വിളിച്ചേ. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സുന്ദരിക്കുട്ടി, വേഗം പറഞ്ഞോ. എനിക്ക് വയ്യ ഇതിങ്ങനെയൊക്കെ. സുന്ദരി എന്ന് വിളിച്ചിട്ട് സഹിക്കാൻ പറ്റണില്ല. എനിക്ക് വയ്യ ടീച്ചറേ ഇതിങ്ങനെയൊക്കെ അല്ലേ. പാവത്തുങ്ങൾക്ക് ഇത്ര സൗന്ദര്യം തരല്ലേന്ന് അല്ലേ? ഓക്കേടാ, പറഞ്ഞോടാ. Asteroid, comets, meteor, satellites, sun, star, planets. സണ്ണിനെ കൂടാണ്ടാണ് പറഞ്ഞത് കേട്ടാ. സണ്ണൊക്കെ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് നോക്കാം കേട്ടാ. ശരിയാണ്, മകള് പറഞ്ഞതെല്ലാം ശരിയാണ്. യെസ് അല്ലേ? നോക്കിയൊന്നും ഇങ്ങോട്ട്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാ. നെപ്റ്റ്യൂൺ, യുറാനസ്, ജൂപ്പിറ്റർ, മെർക്കുറി, വെനസ് അല്ലെ, എർത്ത്, മൂൺ, മാർസ്, ആസ്ട്രോയിഡ്സ്, സ്റ്റാർ, സാറ്റേൺ ആൻഡ് കോംസ്. പിന്നെന്താ ലാസ്റ്റ് വൺ എന്താണ്? ഡ്വാർഫ് പ്ലാനറ്റ്സ്. നെപ്റ്റ്യൂൺ, യുറാനസ്, വ്യാഴം, ബുധൻ, ശുക്രൻ, ഭൂമി, ചന്ദ്രൻ, ചൊവ്വ, ക്ഷുദ്രഗ്രഹങ്ങൾ, ശനി, വാൽനക്ഷത്രം, കുള്ളൻ ഗ്രഹം. ഇതൊക്കെ ഉണ്ട് അല്ലേ? നമ്മുടെ പ്ലാനറ്റ്സ് കൂടാതെ, അതായത് നമ്മുടെ ഗ്രഹങ്ങളെ കൂടാതെ വേറെ കുറെ കാര്യങ്ങൾ ഇതിലുണ്ടെന്നാ പറയണേ അല്ലേ? ഇതിൽ നമ്മൾ എടുത്ത് പഠിക്കേണ്ടത് പ്ലാനറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്റെ മക്കൾ ഇതൊന്ന് വേഗം ഓടിച്ച് നോക്കി, വേഗാവട്ടെ.